വെൽക്കം അവരാണ്. ഇത് LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ ഇത് ഇവിടെ ട്യൂബിൽ നിന്നൊക്കെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് LOTയുടെ മൂടൊക്കെ ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പവർ ഓൺ ചെയ്ത് കാണിച്ചു തരും. ഒരു ശബ്ദം കേൾക്കും, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇങ്ങനത്തെ ഒരു ശബ്ദം ഔട്ട് ഷോർട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ LOT ഷോർട്ട് ആകുമ്പോഴാണ് ഇങ്ങനത്തെ ശബ്ദം സ്വാഭാവികമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട് കണ്ടീഷൻ എന്നാണ് കാണിക്കുന്നത്. ഔട്ട് ഷോർട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ +B ലോട്ടുള്ള സപ്ലൈ, അത് LOTയിലുള്ള സപ്ലൈ കട്ട് ചെയ്ത് വിട്ടിട്ട് പവർ ഓൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ പവർ ഓൺ ചെയ്യുമ്പോൾ താഴെ ശ്രദ്ധിച്ചാൽ അത് ലൈറ്റ് കത്തുന്നുണ്ട്, പവർ ലീഡ് കത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ പവർ ലീഡ് ഒന്നും കത്തൂല, ഒരു ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ +Bയിലുള്ള സപ്ലൈ കട്ട് ചെയ്ത് വിട്ടിട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ആ ശബ്ദവും പോയി, ആ പവർ ലീഡ് കത്തുകയും ചെയ്തു. അപ്പോൾ LOT ഷോർട്ടെന്ന് വിചാരിച്ച് LOT ഒക്കെ ഇളക്കി ഇതാ പുതിയ LOT 602K ആണ്. 6174V 602K ഒക്കെ ഇട്ടു. വേറെ ബേസ് വിട്ടു, ബേസ് അകത്ത് ക്ലാവൊക്കെ ഒടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതാ വീണ്ടും ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതേ ശബ്ദം, പവർ ലീഡിയും കത്തുന്നില്ല, നേരത്തെ ഇരുന്നത് പോലെ തന്നെ. പുതിയ LOT ആണ് ഇട്ടിരിക്കുന്നത്. LOT പോയെന്ന് വിചാരിച്ചാണ് വേറെ ഇട്ടത്. ഇപ്പോഴും അതേ ശബ്ദമാണ്. ഓക്കെ, പവർ സപ്ലൈ കപ്പാസിറ്ററിലും ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ +Bയിലോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്ത് വിട്ടിട്ട് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും പവർ ലീഡ് കത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അവിടെ കറക്റ്റ് 110, 111 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കൺഫേമായി LOT അല്ലെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ ബേസ് ബോർഡിലോട്ട് വന്നു. ബേസ് ബോർഡിൽ ഒരു IC ഉണ്ട്, TDയിൽ തുടങ്ങുന്ന ഒരു IC. അപ്പോൾ സാധാരണ ഈ IC ഷോർട്ട് ഉണ്ടെങ്കിൽ LOT ഷോർട്ട് ആയതോ അല്ലെങ്കിൽ ഔട്ട് ഷോർട്ട് ആയതോ ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് ബോർഡിലെ IC. ബേസ് ബോർഡിലെ IC ഊരിയിട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഓസിലേഷനും വന്നു, പവർ ലീഡ് കത്തുകയും ചെയ്ത് പക്കയായി എല്ലാം. അപ്പോൾ ഈ IC ബേസ് ബോർഡിലെ IC ഷോർട്ട് ആയിരുന്നുകൊണ്ടാണ് സംഭവം ഇവിടെ ബോർഡിൽ ഷോർട്ട് എന്ന പോലെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരാനേ എനിക്കറിയാവൂ, കാരണം ഇത് ഞാൻ എൻ്റെ രീതി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ വേറെ ബേസ് ബോർഡിലുള്ള IC ഒക്കെ വേറെ മാറ്റിയിട്ടിട്ട് ബോർഡൊക്കെ എടുത്ത് TVയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. TV ഓൺ ചെയ്തു. ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ബ്ലൂ ബാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എല്ലാം മാറി. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പുതിയ LOT കിടക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഉള്ള LOT ഒക്കെ നല്ലതാണ്, പിന്നെ കുഴപ്പമില്ല, പുതിയതിട്ടല്ലേ കിടക്കട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.